ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമനി മന്തി ആയാലോ? ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്തി നമ്മൾ പല വിധത്തിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി. ഇത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 4-5 എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് കളറ് വേണമെങ്കിൽ കുറച്ച് ഓറഞ്ച് റെഡ് കളറ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുങ്കുമം കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് ഹാഫാക്കിയിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണമെങ്കിൽ വരഞ്ഞു കൊടുക്കുക. അങ്ങനെ വരയുമ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ അടർന്ന് പോരും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യണത് ഇങ്ങനെ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ഒരു പപ്പടക്കോലോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ ഹോള് വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതാദ്യം ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് മസാല പുരട്ടിയതിന് ശേഷമാണ് ഇതിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു വലിയ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു സവാള കനമില്ലാതെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 2 ഉണങ്ങിയ നാരങ്ങയും പിന്നെ ഒരു പട്ടയുടെ ഇലയും പിന്നെ കുറച്ച് മല്ലി, ചെറിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. 1 കിലോ ബസ്മതി റൈസാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടൊന്നുമില്ല, നേരെ കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റൈസൊക്കെ വിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരി വറുത്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എത്രയാണോ അരി എടുത്തത് അതിൽ നിന്നും 1/2 കപ്പ് കുറച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ അരിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഹോളുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പാത്രം ഇല്ലെങ്കിൽ ഒരു ഫോയിൽ കവർ ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് ആ ഫോയിലിന് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഫോയിൽ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്.
അതല്ലെങ്കിൽ മറ്റൊരു ചെമ്പട്ടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. അതിന് കറക്റ്റായിട്ടുള്ളൊരു ചെമ്പട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. ഞാൻ ഈ ഫോയിലൊക്കെ ചുറ്റിയതിന് ശേഷം അങ്ങനെ ഒരു ചെമ്പട്ടി ഇതിൻ്റെ മുകളിൽ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. കണ്ടില്ലേ, നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇത് വേവൂല എന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഞാനിത് പിന്നെ നമ്മൾ ഈ ഷവായൊക്കെ കിട്ടുമ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇത് എയർ ഫ്രയറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറിയൊരു പൊരിഞ്ഞ പോലെ ആവാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ ഓയിലിട്ടിട്ടൊന്ന് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താലും മതി. എന്നിട്ട് ഞാൻ ഇത് റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ആ പുക വന്നപ്പോൾ ആ പുക അടങ്ങുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം പുകയൊക്കെ ഒന്ന് അടങ്ങിയാൽ അത് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിലും തയ്യാറാക്കി നോക്കണം. കമൻറ്റ് ബോക്സിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഈ റൈസൊക്കെ കണ്ടില്ലേ, നല്ല വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റൈസ് ആവണത് ആ അരി വറുത്തത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.